മന്ത്രി സിസ്റ്റർ ജിജി കേസിനെ ക്ഷണിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്. ആദരണീയായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും അസുലഭ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സെന്റ് ജോസഫ് എൽ പി സ്കൂളിന്റെ 49ാമത് വാർഷികാഘോഷം. അതെ, ഈ വിദ്യാലയത്തിന്റെ വിജയത്തിന്റെയും വളർച്ചയുടെയും പടവുകൾ നിരവധിയാണ്. ഓരോ വളർച്ചയുടെയും പടവുകളിൽ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ വിയർപ്പിന്റെ വിലയുണ്ട് എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് ഒരേ മനസ്സോടെ ഒരുമിക്കുന്ന ഈ വാർഷികാഘോഷത്തെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വാർഷികാഘോഷത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ ജോസഫ് അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ സ്കൂളിന്റെ നിറസാന്നിധ്യമാണ് അച്ഛൻ. നമ്മുടെ ഓരോ വളർച്ചയിലും ഓരോ പ്രവർത്തനത്തിലും തന്റെ ശ്രദ്ധയും പരിഗണനയും അഭിപ്രായങ്ങളും എല്ലാം നൽകി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന അധ്യാപകരെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ ജോസഫ് അച്ഛനെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അയ്യങ്കുന്ന് പഞ്ചായത്തിന് ഊർജ്ജസ്വലനായ ഒരു സാരഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചുറുചുറുക്കോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നേറുന്ന കുര്യാച്ചൻ വൈമളിക്കുന്നേൽ തന്റെ കർമ്മരംഗം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. മാർച്ച് മാസമാണ്. ഒത്തിരിയേറെ തിരക്കുകൾക്കിടയിലും തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാച്ചൻ വൈമളിക്കുന്നേലിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പഠന മികവുകളുടെ പ്രദർശനോദ്ഘാടനം നടത്തുന്ന ശ്രീമതി എൽസമ്മ ജയനകുളം വാർഡിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഓടി നടക്കുന്നത് നാം കാണുന്നതാണ്. നല്ല നേതാക്കൾ നല്ല നാടിനെ കെട്ടിപ്പടുക്കുന്നു എന്ന സത്വം പ്രാവർത്തികമാക്കുവാൻ ആത്മാർത്ഥമായി യത്നിക്കുന്ന നമ്മുടെ പൊതുവായ ആവശ്യങ്ങൾ അറിയിക്കുവാൻ നമുക്ക് സമീപസ്ഥയായിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി എൽസമ്മ ചേച്ചിയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അയ്യങ്കുന്ന് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ സഹായങ്ങൾക്ക് ഉചിതമായ സമയങ്ങളിൽ നമ്മിലേക്ക് എത്തിച്ചേരുന്ന നമ്മുടെ BRC കോർഡിനേറ്റർ കുമാരി അഞ്ജിതയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസ അർപ്പിക്കുവാനായി രണ്ട് മഹനീയ വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ PTA പ്രസിഡന്റ് സെബാൻ, MPTA പ്രസിഡന്റ് ഷൈനി. പരിചയപ്പെടുത്തലുകൾക്ക് അതീതമായ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും ഏത് ആവശ്യത്തിനും റെഡിയായിരിക്കുന്നവർ, സേവന സന്നദ്ധരായിരിക്കുന്നവർ, ഏത് കാര്യത്തിനും നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ. ആശംസകൾ അർപ്പിക്കുവാനായി സെബാനെയും ഷൈനിയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഡേസി ടീച്ചർ. രണ്ടാം കടവുകാരോട് ഡേസി ടീച്ചറിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. സെന്റ് ജോസഫ് എൽ പി സ്കൂളിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡേസി ടീച്ചറിന്റെ അടുത്ത് കഴിഞ്ഞിട്ടാണ് രണ്ടാം കടവ് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലേക്ക് കടന്നു വരുന്നത്. ഏറെ വർഷങ്ങളായി അംഗനവാടി ടീച്ചറായി സേവനം ചെയ്യുന്ന ഡേസി ടീച്ചർ, ഒത്തിരി സ്നേഹത്തോടെ ഡേസി ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനത്തേക്ക് മാറ്റിവെച്ചെങ്കിലും അപ്രധാനമല്ലാത്ത ഇനി പറയാൻ പോകുന്ന വ്യക്തി നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് മിനി ടീച്ചർ. എന്നും ഞങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കുന്ന, ഏത് പ്രതികൂലമായ കാലാവസ്ഥയിലും കപ്പലിനെ തീരം ചേർക്കുന്ന നൈപുണ്യത്തോടെ നമ്മുടെ സ്കൂളിനെ നയിക്കുന്ന പ്രിയപ്പെട്ട മിനി ടീച്ചർ. ഏറ്റവും ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ പോരാ, ഒരമ്മ തന്റെ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതുപോലെ നമ്മുടെ മിനി ടീച്ചർ വളർത്തിക്കൊണ്ട് വരുന്ന സെന്റ് ജോസഫ് എൽ പി സ്കൂളാണ് ഇന്നത്തേത്. ടീച്ചറിനെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ആശംസ അർപ്പിക്കുവാനായുള്ളത് നമ്മുടെ സ്കൂൾ ലീഡർ നോബൽ ജോസഫാണ്. തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ
ലീഡർ നോബൽ ജോസഫിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി അർപ്പിക്കുവാനായി എത്തിയിരിക്കുന്ന ഷൈമോൾ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണുന്നതിനും കണ്ട് ആസ്വദിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ PTA മെമ്പേഴ്സിനെയും എല്ലാ രക്ഷകർത്താക്കളെയും ഒപ്പം ഗവൺമെന്റിൽ നിന്ന് എത്തിയിരിക്കുന്ന മദറിനെയും സിസ്റ്ററിനെയും കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും എല്ലാവരെയും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.